നമസ്കാരം. കഥാമജ്ലിസിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇന്ന് സപ്ന നവാസ് എഴുതിയ തൊഴുത്ത് എന്ന കഥ കേൾക്കാം. പിന്നെ വർത്താനം പറയാൻ ഞാനില്ല. എനിക്ക് അതിനിട്ട് നേരവും ഇല്ല. ഒരു പണിയും ചെയ്യാതെ ചൊറിയും കുത്തിരിക്കുന്ന ആളല്ല ഞാൻ. മനസ്സിൽ ഇത്തിരി നന്മയുണ്ടായിപ്പോയി. അതുകൊണ്ട് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചത് എൻ്റെ തെറ്റായിപ്പോയി. ഒന്ന് അടങ്ങും സുധാകര. ഇതിന് മാത്രം സംസാരിക്കാൻ ഇപ്പോൾ എന്താ ഉണ്ടായേ? ഇപ്പോ ഞാനായി കുറ്റക്കാരൻ. കൊള്ളാളിയാം, എല്ലാം ഭംഗിയായി. ഞാനായതുകൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ എന്നേ വീട്ടിലേക്ക് തിരിച്ചു പോയേനെ. മനുഷ്യനായ വാക്ക് പറഞ്ഞാൽ പാലിക്കണം. അല്ലാതെ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒരുമാതിരി ഞാനൊന്നും പറയുന്നില്ല. ശരിയാണ്, എല്ലാം ഞാൻ സമ്മതിച്ചു. വീട് പണി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തരാമെന്ന് പറഞ്ഞ സ്ത്രീധനത്തുക പെട്ടെന്ന് തന്നെ തന്നേക്കാം. കുറച്ച് സാവകാശം തരും. അതുകൊള്ളാം, കൊല്ലം ഒന്നായി. ഇനിയും സാവകാശം വേണമല്ലേ അലീന്? പറയുമ്പോൾ എല്ലാം പറയണല്ലോ. സ്ത്രീധന പൈസ കണ്ടൊന്നുമല്ല ഞാൻ ഈ കെട്ടിന് നിന്നത്. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, കുറെ പഠിച്ചതല്ലേ, ഒരു തുണയായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ പെങ്ങൾക്കാണ്. കെട്ടിച്ച് വിട്ടെന്ന് കരുതി സ്വന്തം പെങ്ങളെ പറ്റിക്കാൻ എന്തൊരു എളുപ്പ അല്ലേ? ചോദിക്കാനും പറയാനും ആണൊരുത്തൻ കൂടെയുള്ളത് മറന്നതല്ല, അവൾക്കുള്ളത് തരും. ബാക്കിയുള്ളതൊക്കെ തന്നല്ലോ. എനിക്കും ഉണ്ടല്ലോ എൻ്റെതായ പ്രാരാബ്ദം. സുധാകരൻ അതും കൂടി മനസ്സിലാക്കണം. ഓവേ, അതും കൂടി അങ്ങ് മനസ്സിലാക്കാം. അളിയന് കിട്ടാനുള്ളത് ഭാര്യ വീട്ടിൽ നിന്ന് തികച്ചും കിട്ടിക്കാണും. അതുകൊണ്ടാണ് ഈ സംസാരത്തിലുള്ളൊരു മാന്യത. അതെന്താ സുധാകര അങ്ങനെ പറയുന്നത്? എനിക്ക് ചെയ്യാൻ പറ്റിയത് എല്ലാം ഞാൻ അങ്ങേയറ്റം ചെയ്തിട്ടുണ്ട്. എല്ലാം വിറ്റും പെറുക്കിയും എല്ലാ ബഹുമാനവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്വർണം തികച്ചു തരാനില്ലാതായപ്പോൾ എൻ്റെ ഭാര്യയുടേതും കൂടിയാണ് അങ്ങോട്ട് കൂട്ടിത്തന്നത്. സുധാകരൻ അത് മനസ്സിലാക്കണം. കണ്ടോ, കാര്യം പറഞ്ഞപ്പോ അളിയന് പൊള്ളി. പെങ്ങയുടെ കല്യാണത്തിന് ഭാര്യയുടെ സ്വർണം എടുക്കുന്നത് ഇത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. അതൊരു നാട്ടുനടപ്പാണ്. അതിങ്ങനെ പൊലിപ്പിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. സുധാകരൻ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്, മോശമാണ്. മറ്റുള്ളവർ കേൾക്കും. നിങ്ങളും അന്തസ്സുള്ള കുടുംബത്തിലെ ആളല്ലേ, മര്യാദ നിങ്ങൾക്കും അറിയാലോ. ഓ, അന്തസ്സിന്റെ കാര്യത്തിൽ ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. നിങ്ങളെ പെങ്ങളെ ഞാൻ പൊന്നുപോലെയല്ലേ നോക്കുന്നത്. ഭക്ഷണത്തിന് ഭക്ഷണം, താമസത്തിന് താമസം, വസ്ത്രത്തിന് വസ്ത്രം. പിന്നെ എന്തിൻ്റെ കുറവുള്ളത്? ഈ ചെയ്യുന്ന വല്ലതിനും ഞാൻ കണക്ക് ചോദിച്ചോ? ഇല്ലല്ലോ. അതാണ് അന്തസ്. ആണുങ്ങളായാൽ ചീഞ്ഞ കണക്ക് പറയാൻ പാടില്ല. അതെനിക്കറിയാം സുധാകര. നിങ്ങളാണ് അവൾക്ക് ചെല്ലും ചെലവും കൊടുക്കുന്നതെന്ന്. അതിൽ വലിയ സന്തോഷം. കുറച്ച് സമയം തരൂ, ബാക്കിയുള്ളത് ഞാൻ ഉടനെ ശരിയാക്കി തരാം. ഒരു ലോണിന് അപ്ലൈ ആക്കിയിട്ടുണ്ട്. അതൊന്ന് ശരിയായ ഉടനെ ഞാൻ തന്നേക്കാം. അളിയ, എന്നോട് മുഷിച്ചിലൊന്നും തോന്നരുത്. ഞാൻ അങ്ങനെയാ, ഉള്ളിലൊന്നും വെക്കില്ല. ഉള്ളതുപോലെ മുഖത്ത് നോക്കി അങ്ങ് പറയും. വിഷമൊന്നും വിചാരിക്കരുത്. അത് സാരമില്ല, അവളുടെ കാര്യമല്ലേ. അവൾക്ക് നല്ലത് വരാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. സുധാകരൻ ചായ കുടിക്കേ. അതെ, ഒന്നിനും നേരില്ല അളിയ. പോയിട്ട് പിടിപ്പത് പണിയുണ്ട്. വൈകിട്ടുള്ള അത്താഴത്തിന് ഇനി ഇവള് പോയിട്ട് വേണം വെക്കാൻ. ഇപ്പം ഇറങ്ങിയ ഇരുട്ട് മുമ്പെങ്ങെത്താം. വൈകിയാൽ പിന്നെ അമ്മയുടെ ബഹളം കേൾക്കേണ്ടി വരും. ഇവിടെ വരെ വരുന്നത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാലും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇവളില്ലെങ്കിൽ നടക്കില്ല. ആ പശുവിനെ വരെ ഇവള് പോയിട്ട് വേണം അഴിച്ചു കെട്ടാൻ. അതിനും ആളിവൾ തന്നെയാണ്. അമ്മ കാത്തിരിക്കേണ്ടോ. ഇനി അധികമൊന്നും ഞായിരിക്കുന്നില്ല. സംസാരിക്കാൻ നേരമില്ല. അവളോട് വേഗം ഇറങ്ങാൻ പറയും. മോളെ, ദേ സുധാകരൻ വിളിക്കുന്നു, വേഗം വരൂ. ഇറങ്ങാൻ സമയമായി എന്ന് പറയണു. ചേട്ടാ. എന്താ മോളെ? ചേട്ടാ, ലോൺ എപ്പോൾ കിട്ടും? മോളെ, ശ്രമിക്കുന്നുണ്ട്, ഉടനെ കിട്ടും. മോൾ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട.
ചേട്ടനെല്ലാം ശരിയാക്കി തരാം. ചേട്ടനൊരു കാര്യം ചെയ്യാമോ? എന്താ ചേട്ടാ? ദാ ഈ താലിമാല കൊണ്ട് വിറ്റിട്ട് പൈസ കുറച്ച് എനിക്ക് തരാമോ? മുടങ്ങിപ്പോയ എൻ്റെ പഠനം പൂർത്തിയാക്കണം. ഞാൻ ഇനിയുള്ള കാലം ജോലിയെടുത്ത് ജീവിച്ചോളാം. അദ്ദേഹത്തിനോട് പോകാൻ പറഞ്ഞോളൂ. പശുവിനെ അഴിച്ചു കെട്ടാൻ അദ്ദേഹത്തിനും അമ്മയ്ക്കും നല്ല വശമാണ്. അവർ അവരുടെ പണി ചെയ്ത് ജീവിക്കട്ടെ, ഞാൻ എന്റേതും. അതല്ല അളിയ, അവളോട്. സുധാകര, അവൾ പറഞ്ഞത് കേട്ടില്ലേ? അവളും നിങ്ങളെപ്പോലെ തന്നെയാ. ഉള്ളതുപോലെ മുഖത്തൂക്കി പറയും. സുധാകരൻ ഒരു കാര്യം ചെയ്യും, ഇരുട്ടും മുമ്പ് വീട്ടിലേക്ക് പോയിക്കോളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം. എങ്ങനെ? അപ്പൊ ശരി. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി.